കണ്ടെത്തിയത് അർജുന്റെ ട്രക്ക് തന്നെ. ഗംഗാവലി നദിയുടെ അടിത്തട്ടിൽ കിടക്കുന്ന ട്രക്ക് അർജുന്റേതെന്ന് സ്ഥിരീകരിച്ചു. കോടാനുകോടി മനുഷ്യർക്കിടയിൽ എവിടെയോ കിടന്ന ഒരു മനുഷ്യന് വേണ്ടിയാണ് പ്രതീക്ഷയോടെ ഇന്ന് ലോകം, അതല്ലെങ്കിൽ കേരളം കാത്തിരിക്കുന്നത്. സിനിമയിലൊക്കെ കാണുന്നത് പോലെ ആ ലോറിയിൽ നിന്നും അയാൾ നീന്തി കരയേറിയിരിക്കാമെന്നും ഒടുവിൽ ബോധരഹിതനായി വീണ് ആരോ കൊണ്ടുപോയി അപരിചിതമായ ഒരിടത്ത് ഈ ഒരു കോലാഹലങ്ങളൊന്നും അറിയാതെ അയാൾ ജീവനോടെ ഉണ്ടാകുമെന്നും, ഫോണില്ലാത്തത് കൊണ്ടും ആരുടെയും നമ്പർ ഓർമ്മയില്ലാത്തത് കൊണ്ടുമാണ് അയാൾ ആരെയും വിളിക്കാതിരിക്കുന്നതെന്നും, ഇന്നല്ലെങ്കിൽ നാളെ അയാൾ തിരിച്ചു വരുമെന്നും ഓരോ മലയാളിയും ഉറച്ചു വിശ്വസിക്കുന്നു. ആ ഒരു അർജുനു വേണ്ടി ഓരോ മലയാളിയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അർജുന്റെ തിരിച്ചുവരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാതിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിൽ ആ സഹോദരനെയും ചേർത്ത് നിർത്താം.